അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ, ഉമ്മ ബാപ്പ മരിച്ചുപോയ എനിക്കത്തെ ചൊമ്മത്താളുമാറുള്ള ആ ഒരു ഉമ്മ ബാപ്പക വേനായിട്ട് ബല്യാസ നാളിൽ ഈ ഒരു കാര്യം ആക്കിയത് കണ്ടെങ്കിൽ അങ്ങകും ഞങ്ങകും ഹജ്ജാക്കി ഗണിക്കത്തെ വലിയ പ്രതിഫലമായിട്ട് ഇക്കട് കിട്ടും. ആ ഒരു കാര്യമായിട്ട് ഇക്കട് ഇണ്ട് നാ നിങ്ങളൊട്ടിക ചൊല്ലത്. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മത്താളുമാറും കേട്ടാറ്. അത് ഇത്ര ആളുമാർക്കും ഇത്ര ഗ്രൂപ്പ് എത്തുപാട്ടി അങ്ങ് ഉള്ളാറ്. ഞങ്ങളെ ക്ലാസ്സിലെ പിറുസബെക്കിടെ ചൊമ്മത്താളുമാറും ഉള്ളാറ്. അതിലെ കീഴിൽ ചൊമ്മ വിഷയ ചൊന്നിട്ടു ദ്വാർക്കണു ചൊന്നങ്ങ ഉള്ളാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശ പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, അള്ളാഹു തആല തന്നെ അമൂല്യമായ ജൻ്റെ നിധിയായിട്ടിക്കട് ഉമ്മ ബാപ്പാൻ ചൊല്ലത്. ആ ഉമ്മ ബാപ്പ ജീവിച്ചിട്ടുള്ള കണിക്കത്തെ ആ ഒരു ടൈമായിട്ടിക്കട് ഞങ്ങളെ ഗോൾഡൻ ടൈമും ചൊല്ലത്. പല ആൾമാരും ചൊല്ലലുണ്ട്, എൻ്റെ ഉമ്മ മരിച്ചു പോയാൽ പിന്നെ ബാപ്പ മരിച്ചോൽ പിന്നെ എല്ലാം ഒരു ശൂന്യതയായിട്ടിക്കട്, ഒരു ബേജാറായിട്ടിക്കട്, ലൈഫിൽ നിന്ന് എന്തോ ഒന്ന് പോയതുപോലെ ആയിട്ടിക്കട്, ഔത്തിലും വലിയൊരു സന്തോലാവട്ടെ ഒരു കുഷിയാവട്ടെ ഇല്ലാണ്ടായിട്ടിക്കട്. ആ ഉമ്മ ബാപ്പ നഷ്ടപ്പെടുമ്പോൾ ആയിട്ടിക്കട് യഥാർത്ഥത്തിൽ ആ ഉമ്മ ബാപ്പയുടെ ബല എന്തിനായിട്ട് ഗൊന്താവിടത്. അതുകൊണ്ട് അങ്ങ് ജീവിച്ചിട്ടില്ല കണിക്കത്ത് ആ ഒരു ടൈമുണ്ടല്ലേ, അപ്പം ഞങ്ങൾ അങ്ങനെ ചൊമ്മ ഞങ്ങൾ പിറുസാക്കണോ, അങ്ങനെ ബേനായ ഞങ്ങൾ കൊടുക്കണോ, അങ്ങനെ പിറുസ അങ്ങനെ പൊറുത്ത ഞങ്ങൾ സമ്പാദിക്കണോ. കാരണം ഉമ്മ ബാപ്പാൻ ചൊല്ലത് അള്ളാഹു തആല തന്നെ വലിയ ഒരു അനുഗ്രഹമായിട്ടിക്കട്, അങ്ങനെ ദുആവും അങ്ങനെ പൊറുത്തവുമായിട്ടിക്കട് ഞങ്ങൾ ലൈഫിൽ സക്സസ് ചൊല്ലത്. അല്ലെ പല നിലക്കുള്ള കണിക്കത്തെ വിപത്തുകളിൽ നിന്നിട്ട്, രോഗങ്ങളിൽ നിന്നിട്ട്, ആക്സിഡൻറ്റിൽ നിന്നിട്ട് ഞങ്ങൾ കാവൽ കിട്ടത് അത് ഞങ്ങൾ ഉമ്മയുടെ ദ്വാ ആയിട്ടിക്കട്, ബാപ്പയുടെ ദ്വാ കാരണമായിട്ടിക്കട്. അല്ലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സീന ചൊല്ലി കണിക്കത്തെ ആ ഒരു ഗുഡ്ഡക്ക് പർവ്വതത്തുക പത്തുമ്പോൾ ഒരു നാൾ അള്ളാഹു തആല മൂസാ നബിരൊട്ടിക്ക് ചൊന്തു, മൂസ എല്ലാ നാളെ പോലെ അല്ല, ഇനി നീന ഗുഡ്ഡക പത്തൊമ്പത്തുകോ ആ എത്ര ജാഗ്രതാക്കി നോക്കിയിട്ട് നീന പത്തണോ. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കേക്കിട്, അതെന്തേ പഠിച്ചോണേ ഇപ്പം ഇങ്ങനെ ചൊല്ലു, കാരണം ഇത്ര നാൾ നിൻ്റെ ഔത്തുലു നിൻ്റെ ഉമ്മയുടെ ദ്വാ അത് നിൻ്റെ കാത്തോണ്ടിന്ത് നിക്ക് എന്തും വരാത്ത പോലെ നിക്ക് വലിയ കാവലായിട്ടിന്ത് ആ ഉമ്മയുടെ ദ്വായും ചൊല്ലത്. അതുകൊണ്ട് ആ ഉമ്മ ഒഫാത്തായി പോയിത്തല്ലേ, ഇനി നീന് ജാഗ്രതാക്കുണ്ടായിട്ടിക്കട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെ ഒട്ടിക്ക് അള്ളാഹു തആല ചൊല്ലത് ആ ഉമ്മ ബാപ്പയുടെ ദ്വാത്തെ പവറായിട്ടിക്കട് ഈ ഒരു ചരിത്രം ഞങ്ങൾ ചൊന്തണ്ടത്. അതുകൊണ്ടിട്ട് ആ ഉമ്മ ബാപ്പ ജീവിച്ചിട്ടുള്ള കണിക്കത്ത് ആ ഒരു ടൈം അങ്ങനെ ദ്വാ അങ്ങനെ പൊറുത്താൻ ചൊല്ലത് ഞങ്ങൾ ലൈഫിൽ വലിയ സക്സസ് ആയിട്ടിക്കട്, വലിയ കാവലായിട്ടിക്കട്. ഞങ്ങളെ ചെരിയേക്കുമ്പോഴത്തേക്കും എത്ര ചന്തത്തിൽ എത്ര പിറുസത്തിൽ അങ്ങ് നോക്കിയിടാറാ. അതേപോലെ വയസ്സാമ്പത്തുകോ അങ്ങനെ നോക്കേണ്ടി കണ്ടെങ്കിൽ മാത്രമായിട്ടിക്കട് നാളെ ഞങ്ങൾ വയസ്സാമ്പത്തുകോ ഞങ്ങളെ മക്കങ്ങ് നോക്കണത്. അള്ളാഹുടെ ഹബീബ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നുല്ലേ, അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മയുടെ കാലടിയിലായിട്ടിക്കട് സ്വർഗ വെച്ചിറോട്ട്. അതെന്തെ കാലടിയിൽ വെച്ചിറോ, കയ്യിലെന്തെ വെക്കാത്തോ, ബാക്കിയേത് ജാഗയിൽ വെക്കാത്തോ. കാരണം കാലടിയും ചൊല്ലുമ്പോൾ ഞങ്ങൾ അത്ര തലഭാഗണോ, അത്ര ഉമ്മയുടെ കീഴിൽ അത്ര ഒരു വിനയത്തിൽ അത്ര ഒരു താൽമലായിട്ടിക്കട് ഉമ്മരൊട്ടിಗೆ ബാപ്പരൊട്ടിಗೆ ഞങ്ങൾ ബിഹേവിയർ ചെയ്യണോണ്ടായിട്ടിക്കട് ഈ ഒരു ഹദീസ് ഞങ്ങൾ പഠിപ്പാട്ടിത്തേണ്ടത്. ഇനി ആ ഉമ്മ ബാപ്പ മരിച്ചുപോയ എനിക്കത്തെ ചൊമ്മത്താളുമാറുള്ള അള്ളാഹു തആല മഗ്ഫിറത്തോടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മരിച്ചുപോയ എനിക്കത്തെ ഉമ്മ ബാപ്പരെ മറക്കിടല്ല, അങ്ങനെ പൊരുത്തം കിട്ടുകയായിട്ട് എപ്പോഴും ഞങ്ങൾ അങ്ങനെ നെനപ്പാക്കിക്കൊണ്ട് വേണം. ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുട്ടൊരു സ്വഹാബി വന്ന് ചൊന്നില്ലേ, നബിയെ നൻ്റെ ഉമ്മ മരിച്ചു പോയിത്ത് മരിക്കുന്ന സമയത്ത് ഉമ്മക്ക് എന്തോ വസിയത്താക്കുകയായിട്ടില്ല, ആ ഉമ്മക്ക് പ്രതിഫല കിട്ടുകയായിട്ട് ആഖിറം വിജയിക്കുകയായിട്ട് എന്തെങ്കിലും നാണ് ആക്കിയെങ്കിൽ ആവാണ്ട് കേൾക്കുമ്പോൾ മുത്ത
നബിത്തങ്ങ ചൊന്തു ആ ഉമ്മയുടെ പേരിൽ നീ സ്വതക്ക കൊടു. ഇങ്ങനെ മരിച്ചുപോയി ഇടിക്കത്തെ ഉമ്മ ബാപ്പയുടെ പേരിൽ സ്വതക്ക കൊടുക്കുമ്പോൾ ആ ഉമ്മ ബാപ്പയുടെ പേരിൽ ഞങ്ങ ഖുർആൻ ഓതുമ്പത്തുകു വലിയ പ്രതിഫലമായിട്ടിക്കട് അങ്ങ് കിട്ടത്, അങ്ങനെ പൊരുത്തമായിട്ടിക്കട് ഞങ്ങൾ കിട്ടത്. അതുകൊണ്ട് മരിച്ചുപോയ കണിക്കത്തെ ഉമ്മ ബാപ്പന്മാരെ ഖബറിൽ വെച്ച് തിരിച്ചു പറയുമ്പത്തുകു പിന്നെ അങ്ങനെ മറക്കിടല്ല, എപ്പോഴും അങ്ങനെ നിനപ്പാക്കിയോണ്ടു അങ്ങ് ബേനായിട്ട് ഖുർആൻ ഓതിയോണ്ട് ഇക്കൊണ്ടായിട്ടിക്കട് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടി തന്നര്. മദീനത്തിൽ ഒരു തെരുളിങ്ങനെ നബി തങ്ങ നടന്നു പോകുമ്പത്തുകു ജണ്ട് ഖബറ് കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൽ ചൊല്ലു, ഈ ജണ്ട് ഖബറിലുള്ള കണിക്കത്തെ ആൾമാർ ഭയങ്കരമായിട്ടുള്ള ഭയാനക ശിക്ഷലായിട്ടിക്കടുള്ളോണ്ട്. എന്നിട്ട് നബി തങ്ങ എന്താക്കിത്ത് ആ ഖബറിന്റെ മേൽ ജണ്ട് തയ്യ് നട്ടിത്ത് ആ തയ്യ് നട്ടിട്ട് സ്വഹാബത്തുൽ കിറാമുടയിൽ ചൊന്തു, ഈ തയ്യ് ജീമവുള്ള കാലത്തോളം ഈ തയ്യ് ചൊല്ലണിക്കത്തെ തസ്ബീഹ് ഈ ഒരു ഖബറിൽ കിടക്കുന്ന ആൾമാർ എത്തറ് അതങ്ങനെ ദോഷം പൊറുക്കുകയോ അങ്ങനെ ശിക്ഷയില്ലാണ്ടാവുക അത് കാണാമാവിടുണ്ട്. ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടി തന്നില്ലേ, ഖബറിന്റെ മേലൊരു തൈ നട്ടിട്ട് അതിലെ തസ്ബീഹിയുടെ പ്രതിഫലം ആ ഖബറിൽ കിടക്കുന്ന ആള് കിട്ടേണ്ട കണ്ടെങ്കിൽ ഞങ്ങൾ ഓതുര ഖുർആൻ ഞങ്ങൾ ചെയ്യേണ്ട കണിക്കത്തെ സ്വതക്ക ആ ഖബറിലുള്ള കണിക്കത്തെ ആൾമാർക്ക് കിട്ടാണ്ടിക്കട. അതുകൊണ്ട് ഖബറിലുള്ള കണിക്കത്തെ ആൾമാരെ ഞങ്ങൾ മറന്നു പോകുക തീറ. ഞങ്ങളുടെ അങ്ങനെ സിയാറത്ത് ചെയ്യുമ്പോൾ അങ്ങബേനായിട്ട് ഖുർആൻ ഓതുമ്പോൾ അങ്ങബേനായിട്ട് സ്വതക്ക കൊടുക്കുമ്പോൾ നാളെ ഞങ്ങൾ മരിക്കുകൊണ്ടല്ലേ ആ മരിച്ച സമയത്തിൽ ഞങ്ങളെ മക്കങ്ങ അങ്ങനെ ആക്കിടാർ ഞങ്ങളുടെ ക്യാറാക്കില്ലാണ്ട് കണ്ടെങ്കിൽ നാളെ ഞങ്ങളെ ഖബറിനെ മുട്ട പറകൂ ഞങ്ങളെ നടപ്പാക്കുകൂ ഞങ്ങൾ ഖുർആൻ ഓതുക ആരും കിട്ടലാണ്ടായിട്ടിക്കട്. ഈ ആനത്തു ത്വാലിബും ചൊല്ലിക്കത്തെ കിതാബിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത എനിക്കത്തെ ഒരു ഹദീസ് കാണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, മൻ സാറ ഖബറ അബവൈഹി ഔ അഹദിഹിമ ഫീ കുല്ലി ജുമഅത്തിൻ മറ ഗഫറല്ലാഹു ലഹു. ആരെങ്കിലും വെള്ളിയാഴ്ച നാളിൽ മരിച്ചുപോയ ഉമ്മ ബാപ്പയുടെ ഖബർ സിയാറത്താക്കിയാണ്ട് കണ്ടെങ്കിൽ അള്ളാഹു അങ്ങ് പൊറത്തു കൊടുക്കുന്നുണ്ടായിട്ടിക്കട്. വകാന ബാറം ബി വാലിദൈഹി ആ ഉമ്മ ബാപ്പയുടെ തൃപ്തിപ്പെടുത്തിയ ഗണിക്കത്തെ അങ്ങ് ഗുണം ചെയ്ത ഗണിക്കത്തെ ഒരു പ്രതിഫലമായിട്ടിക്കട് അവണു കിട്ടേണ്ട മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു. വേറെ ഹദീസിൽ കാണും, മൻ സാറ ഖബറ വാലിദൈഹി ഔ അഹദിഹിമാ ഫിൽ ജുമഅ കഅന്നക ഹജ്ജ. ആരെങ്കിലും വെള്ളിയാഴ്ച നാൾ മരിച്ചുപോയ ഉമ്മടമ ബാപ്പടമ ഖബർ ഒരാൾ സിയാറത്താക്കി തീണുകണ്ടെങ്കിൽ ഹജ്ജ് ചെയ്ത കണിക്കത്തെ പ്രതിഫലമായിട്ട് കിട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹ്. അത് അങ്ങക്ക് മാത്രമല്ല ആ ഓദര സിയാറത്ത് ചെയ്ത എനിക്കത്തെ ആളുകളും ആ ഒരു പ്രതിഫലം ഉണ്ടുകൊണ്ടായിട്ടിക്കട്. അതേപോലെ വേറെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, മൻ സാറ ഖബറ വാലിദൈഹി കുല്ല ജുമഅത്തിൻ ഫഖറ ഇൻദഹു യാസീൻ ഗുഫിറ ലഹു ബിഅദദി ദാലിക ആയ ഔ ഹർഫിഹ. ആരെങ്കിലും വെള്ളിയാഴ്ച നാൾ മരിച്ചുപോയ ഉമ്മ വാപ്പടമ ഖബറിനെ മുട്ട പോയിട്ട് യാസീൻ ഓതിയാറ് യാസീൻ ഓതിട്ട് ഹദിയാക്കിയാണ്ട് കണ്ടെങ്കിൽ ആ യാസീൻ്റെ ഓരോ ആയത്തെയും ഓരോ അക്ഷരത്തെയും കണക്ക് അല്ലാഹു തആല ആ മരിച്ചു കിടക്കുന്ന എനിക്കത്തെ ഉമ്മ ബാപ്പക്ക് പുറത്തു കൊടുക്കുന്നുണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലത് കാണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച നാളിൽ മരിച്ചു കിടക്കുന്ന ഉമ്മടമ ബാപ്പടമ ഖബറിനെ മുട്ട പോയിട്ടൊന്ന് സലാം ചൊല്ല, ഒരു ഫാത്തിഹ സൂറത്ത് ഓതാം, തീരെങ്കിലും യാസീൻ സൂറത്ത് ഓതിട്ട് അങ്ങനെ മേൽ ഹദിയാക്കിയിട്ട് അങ്ങൊന്ന് ദുആ ഇറക്കുക. വലിയ പ്രതിഫലമായിട്ടിക്കടെ അങ്ങും നങ്ങും കിട്ടത്. അതുകൊണ്ട് ഈ കാര്യം മറക്കോ തീറ. ഇന്നത്തെ കാലത്തിൽ വെള്ളിയാഴ്ച നാൾ പറയുമ്പോൾ ഖബർസ്ഥാനിൽ ഫുള്ള് സിയാറത്താക്കുകയും മക്കങ്ങ കുടുംബത്തങ്ങ ചങ്ങായിമാരെല്ലാം സേരിയോണ്ടിന്നാറ് സിയാറത്താക്കിയോണ്ടിന്നാർ. എൻ്റെ വെള്ളിയാഴ്ച നാൾ പറയുമ്പോൾ ഖബർസ്ഥാനിൽ ആള് കുറഞ്ഞു പോയിട്ട് കൊറിയത്താൽമാർ മാത്രമായിട്ടിക്കട് എൻ്റെ ഖബറിനെ മുട്ട പോയിട്ടൊന്ന് സിയാറത്താക്കിയോണ്ടുള്ളത്. അങ്ങനെ ആവൂ തീറ. നാളെ ഞങ്ങൾ മരിക്കൊണ്ട് ഞങ്ങൾ ആ ഖബറിൽ കിടക്കൊണ്ട് ഞങ്ങൾ എൻ്റെ ഉമ്മ വാപ്പയുടെ ഖബർ സിയാറത്താക്കിയാണ് കണ്ടെങ്കിൽ നാളെ ഞങ്ങൾ മരിച്ച് ആ 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ ഞങ്ങളെ മക്കങ്ങ വന്നിട്ട് സലാം ചൊല്ലുവാറ്, ഫാത്തിഹ ഓതുവാർ, ഞങ്ങൾ വേനായിട്ട് ദ്വാർക്കുവാർ. അതുകൊണ്ട് മരിച്ചുപോയ എനിക്കത്തെ ഉമ്മ വാപ്പയുടെ ഞങ്ങൾ മറക്കിടല്ല. ഔത്തുലുള്ള എനിക്കത്തെ ഉമ്മമാർ നിങ്ങൾ ഔത്തുൽ തെച്ചിട്ട്
മരിച്ചുപോയ കണിക്കത്തെ ഉമ്മ ബാപ്പക വേനായിട്ട് നിങ്ങൾ ഖുർആാനോദറും സ്വതക്ക ചെയ്യറും ഈ എല്ലാ പ്രതിഫലവും അങ്കും നിങ്ങളും കിട്ടായിട്ടിക്കട് അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം ഉമ്മ ബാപ്പ മരിച്ചു പോയിടാറ് അങ്ങനെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെയും നഗലെയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.